നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉമ്മ മരിച്ചെന്ന് കരുതി തന്നെയാണ് മറ്റുള്ളവരെ ഒക്കെ തന്നെ കൊലപ്പെടുത്താനായി ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ അഫാന് പിഴച്ചത് ചിലയിടങ്ങളിൽ. അക്കാര്യമൊക്കെ തന്നെ അഫാൻ ഇപ്പോൾ പോലീസിനോട് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. വെറുതെയല്ല ഫർസാനയെ കൊലപ്പെടുത്തിയത്, അതിന് കൃത്യമായ കാരണമുണ്ടെന്നാണ് അഫാൻ്റെ വാദം. അതിൽ ഏറെക്കാലമായി കരുതി വച്ചിരുന്ന പകയും, ഫർസാനയോട് മാത്രമല്ല ഒരുപക്ഷെ ഫർസാനയുടെ വീട്ടുകാരോടും അഫാന് പകയുണ്ടായിരുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. തന്നെയും തൻ്റെ കുടുംബത്തെയും ദ്രോഹിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ദുർഘടം പിടിച്ച ഘട്ടത്തിലൂടെ കടത്തിവിടുകയാണ് ഫർസാന ചെയ്തതെന്നാണ് അഫാൻ പറയുന്നത്. ഇതിനിടയിൽ കയറി വരുന്ന ആരായിരുന്നാലും അവരെയൊക്കെ തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി വലിയ കെണി തന്നെയായിരുന്നു അഫാൻ അവിടെ ഒരുക്കി വെച്ചത്. അങ്ങനെ കടുത്ത പകയുടെ യഥാർത്ഥ കാരണമെന്തെന്ന് പോലീസിന് മുന്നിൽ തുറന്നു പറയുകയാണ്. 3 മണിക്കൂറിൻ്റെ ഇടവേളയിലാണ് സ്വന്തം ഉമ്മയെയും സഹോദരിയെയും കാമുകയെയും അടക്കം 6 പേരെ അഫാൻ ആക്രമിച്ച് 5 പേരെ കൊലപ്പെടുത്തിയത്. മാതാവ് മരിച്ചെന്ന് കരുതി തന്നെയാണ് വീട് പൂട്ടി ചുറ്റിക വാങ്ങി നേരെ പാങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. അവിടെ എത്തി മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തി സ്വർണ്ണമാല അപഹരിച്ച് തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ മാതാവ് മരിച്ചില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കയ്യിൽ കരുതിയ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് ആഞ്ഞടിച്ചു തലയിൽ. കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നടുക്കുന്ന കൂട്ടക്കൊലകളിലൊന്ന്. സുഹൃത്ത് ഫർസാനയോടുണ്ടായിരുന്ന ഇഷ്ടം അത് പ്രണയമായിരുന്നില്ല, മറിച്ച് പകയായിരുന്നു. ആ പകയിൽ നീറിയ പ്രതികാരം വീട്ടിയെന്നാണ് അഫാൻ പറയുന്നത്. വാങ്ങിയ മാല ഫർസാന തിരികെ ചോദിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ അപരാധമായി അഫാൻ പറയുന്നത്. വീട്ടുകാരറിയാതായിരുന്നു അഫാന് ഫർസാന മാല കൊടുത്തത്. തൻ്റെ അച്ഛൻ കണ്ടുപിടിക്കുമെന്ന് ഫർസാന പലതവണ അഫാനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ എടുത്തു നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ ഒരു ദിവസം അത് വീട്ടുകാർ കണ്ടുപിടിച്ചു. അത് എടുത്തു നൽകാനുള്ള സമ്മർദ്ദം ചെലുത്തി. അതിൽ പക തോന്നാൻ കാരണമായി. എന്നു മുതലാണോ അഫാന് ഫർസാന മാല നൽകിയത്, അന്നു മുതൽ അവധി ദിവസം പോലും ഫർസാനയ്ക്ക് വീട്ടിലിരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. മറ്റൊരു ക്ലാസ്സോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും ബസ് സ്റ്റാൻഡിലോ മറ്റു മേഖലകളിലോ ഒക്കെ തന്നെ ഫർസാനയ്ക്ക് വെറുതെ പോയിരുന്ന് സമയം ചിലവഴിക്കേണ്ടി വന്നു. കഴുത്തിൽ മാലയില്ലാത്തത് വീട്ടുകാരെപ്പോഴെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന ഭയമായിരുന്നു ഫർസാനയെ അത്രയും വരെ അലട്ടിയിരുന്നത്. ഇത് സംബന്ധിച്ച് വീട്ടുകാർ ചോദ്യം ചെയ്യുമെന്ന് പേടിച്ചാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഏറെ ദിവസമായിട്ടും മാല തിരിച്ചെടുത്ത് നൽകാനായി അഫാന് കഴിയാതെ വന്നതോടെ ഫർസാനയുടെ ഉമ്മ ഒരു ദിവസം മാലയില്ലാത്തത് ശ്രദ്ധിച്ചു. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു. നിവൃത്തി കെട്ട് ഫർസാന സത്യം തുറന്നു പറഞ്ഞു. ഉമ്മ വിവരം അറിഞ്ഞതോടെ മാല വേഗം എടുത്തു തരണമെന്ന് ഫർസാന് അഫാനുമേൽ സമ്മർദ്ദം ചെലുത്തി. അതോടെ ഫർസാനയോടും പകയായി. തൻ്റെ പിതാവിൻ്റെ കാർ ആറ്റിങ്ങലിലെ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചാണ് ഈ പണം കൊടുത്ത് മാല എടുത്തു കൊടുത്തത്. അതുവഴി ഫർസാനയോടുള്ള വൈരാഗ്യം കൂടുതൽ മൂർച്ഛിച്ചു. ദുരിതാവസ്ഥയിൽ തന്നെ വീർപ്പ് മുട്ടിച്ചു, തന്നെ കൂടുതൽ പ്രയാസപ്പെടുത്തി. ഇങ്ങനെയുള്ള ചിന്തയായിരുന്നു അഫാൻ്റെ മനസ്സിൽ ഫർസാനയോടുണ്ടായിരുന്നത്. പ്രണയമൊക്കെ തന്നെ അപ്പോഴേ നശിച്ചു. വലിയ ആസൂത്രണം നടത്തി തന്നെയാണ് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടിൽ വിളിച്ചു വരുത്തുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നു എങ്ങനെയായിരിക്കണം കൊലപ്പെടുത്തേണ്ടതെന്ന്. പക്ഷേ അതിനിടയിൽ കടന്നു വന്നത് അവിചാരിതമായി അനിയനും. മാതാവ് ഷെമിക്ക് സുഖമില്ല എന്ന് പറഞ്ഞായിരുന്നു ഫർസാനയെ ആദ്യം വീട്ടിലേക്ക് വിളിച്ചത്. ക്യാൻസർ രോഗി കൂടിയായിട്ടുള്ള ഉമ്മയ്ക്ക് അവസാനമായി ഫർസാനയെ കാണണമെന്ന് പറഞ്ഞു. ഇത് കേട്ടയുടൻ ഫർസാന മറ്റൊന്നും തന്നെ നോക്കിയില്ല. സംഭവ ദിവസം തന്നെ അവിടേക്കെത്തി. കാവർ റോഡിലെത്തിയ ഫർസാനയെ ബൈക്കിൽ കാത്തുനിന്ന അഫാൻ വീട്ടിലേക്ക് എത്തിച്ചു. എന്നാൽ ആദ്യം ഉമ്മയെ കൊലപ്പെടുത്തി പുറത്തിറങ്ങിയ അഫാൻ ആകട്ടെ ഗേറ്റ് പൂട്ടി തുറക്കാനായി ശ്രമിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന താക്കോൽ എവിടെയോ പോയി എന്ന് മനസ്സിലായി. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മതിൽ ചാടി ഇഷ്ടിക അടുക്കി വെച്ച് ഉയരം കുറഞ്ഞ ഭാഗത്തുകൂടി അഫാൻ ആകട്ടെ ഫർസാനയെ മതിൽ ചാടിക്കടക്കാൻ സഹായിക്കുകയായിരുന്നു. ശേഷം വീടിനുള്ളിലേക്ക് കടന്നു. മുകളിലത്തെ നിലയിൽ ഫർസാനയോട് ഇരിക്കാനായി ആവശ്യപ്പെട്ടു. കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപ് അഫാൻ്റെ ഇളയ സഹോദരൻ വീട്ടിലേക്ക് വരുന്നത് കണ്ടു. വീടിൻ്റെ പിറകിലെ വഴിയിലൂടെയാണ് അകത്തേക്ക് അഫ്സാൻ എത്തിയത്. ഫർസാനയെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയില്ല എന്ന് അഫാന് മനസ്സിലായി. പകരം അനിയനെ മറ്റെവിടേക്കെങ്കിലും വഴിതിരിച്ചു വിടുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അങ്ങനെ സഹോദരനെ കുഴിമന്തി വാങ്ങാനായി പറഞ്ഞു വിട്ടു. പിന്നീട് മുറിയിലെത്തി ഇതുവരെ താൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഇതുവരെയുള്ള അവസ്ഥ പറഞ്ഞു. 3 പേരെ കൊലപ്പെടുത്തി എന്ന കാര്യവും തുറന്നു പറഞ്ഞു. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ കസേരയിൽ സ്തംഭിച്ചിരുന്നു ഫർസാന. നാഗരകുഴിയിലെ കടയിൽ നിന്നും അഫാൻ ഇതിനു മുൻപ് തന്നെ മുളക് പൊടിയൊക്കെ തന്നെ വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അതിനുള്ള കാരണവും താൻ ഈ കൊല നടത്തുമ്പോൾ അതിൽ ബുദ്ധിമുട്ടായി ആരെങ്കിലും കടന്നു വന്നാൽ അവരെയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വീട്ടിൽ ആരെങ്കിലും എത്തിയാൽ അവരെയും ആക്രമിക്കുമായിരുന്നു.
മുളകുപൊടി മുഖത്തേക്കെറിഞ്ഞ് കൊലപ്പെടുത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. എത്ര പേരെ കൊല്ലും എന്നുള്ളതല്ല, തൻ്റെ വൈരാഗ്യം മടങ്ങും വരെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അഫാൻ്റെ മനസ്സിൽ കരുതിയിരുന്നത്. കഴിഞ്ഞ ദിവസം പെരുമലയിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുമ്പോഴാണ് നിർവികാരനായ ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് അഫാൻ പറയുന്നത്. ഫർസാനയാകട്ടെ വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശിയും പഠിക്കാൻ മിടുക്കിയുമായ 23കാരി. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടി MSc കെമിസ്ട്രി തിരഞ്ഞെടുത്ത് പഠിക്കുകയായിരുന്നു അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ. അവിടെയും മിടുക്കി. അഫാനും ഫർസാനയും ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചത്. ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഇരു കുടുംബാംഗങ്ങളും കരുതിയത്. പ്രണയബന്ധമുണ്ടെന്നുള്ളത് ആർക്കും തന്നെ അറിവില്ലായിരുന്നു. അതീവ രഹസ്യമായി ഈ ബന്ധം കൊണ്ടുപോകാനാണ് ഇരുവരും തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിൽ അഫാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ ഉയർന്ന ചോദ്യമായിരുന്നു എന്തുകൊണ്ട് ചുറ്റിക തിരഞ്ഞെടുത്തു എന്നുള്ളത്. പക്ഷേ ആദ്യം ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് എല്ലാവരെയും കൊലപ്പെടുത്താമെന്നായിരുന്നു തീരുമാനിച്ചത്. അങ്ങനെയായിരുന്നു മനസ്സിൽ കണക്ക് കൂട്ടിയത്. പക്ഷേ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാകും, അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചുറ്റിക വാങ്ങിയത്. അഫാൻ പറഞ്ഞ 70 ലക്ഷം രൂപയുടെ കടം അത് അന്വേഷണ സംഘം പ്രത്യേകമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അഫാനെയും അതുപോലെ തന്നെ അഫാൻ്റെ ഉമ്മയും ഈ പണം ചിലവഴിച്ചു, ഈ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇരുവരുടെയും മൊബൈലിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരവും കിട്ടി. കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ അസാധാരണമായ പെരുമാറ്റം തന്നെയാണ് ഇതുവരെയും നടത്തിയത്. പോലീസും ഡോക്ടർമാരും ഒക്കെ ആകെ സ്തംഭിച്ചിരിക്കുന്നു. താനും മരിക്കുമെന്നാണ് ജയിൽ അധികൃതരോട് അഫാൻ പറഞ്ഞത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ക്യാമറ ഉൾപ്പെടെയുള്ളവ നിരീക്ഷിച്ചുകൊണ്ടാണ് പ്രതിയെ സ്റ്റേഷനിൽ പാർപ്പിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയാത്ത വിധത്തിൽ കടം കയറി മുടിഞ്ഞു. മറ്റ് നിവൃത്തി ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കടന്നതെന്നാണ് അഫാൻ പറയുന്നത്. ഉമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് 30 പവൻ സ്വർണം വാങ്ങി പണയം വെച്ചു. അതാകട്ടെ എടുത്തു നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ. അവരുടെ വീടിൻ്റെ ആധാരവും അതുപോലെ പണയം വെച്ചു. അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഇതൊക്കെ തന്നെ തിരികെ എടുത്തു കൊടുക്കണമായിരുന്നു. അതിനുള്ള ഒരു പോംവഴിയും തങ്ങൾക്ക് മുന്നിലില്ലായിരുന്നു. ഉമ്മയാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് തന്നോട് തർക്കിച്ചു. മറ്റ് പോംവഴികളില്ലാതെ വന്നതോടെ ഈ കൃത്യത്തിലേക്ക് കടക്കേണ്ടി വന്നുവെന്നാണ് അഫാൻ പറയുന്നത്. ഇതിനു പുറമേ തന്നെ പിതാവിൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപയാണ് കടമായി വാങ്ങിയത്. ദിവസ പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പലിശക്കാരിൽ നിന്നാണ് കൂടുതലും പണം വാങ്ങിയിട്ടുള്ളത്. ഇതാണ് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയത്. നേരത്തെ പറഞ്ഞതുപോലെ 10,000 രൂപയോളം ദിവസവും പലിശ നൽകുന്ന സ്ഥിതിയിലേക്ക് ഈ കുടുംബം അധപ്പതിച്ചു. അഫാൻ 2.5 ലക്ഷത്തിൻ്റെ ബൈക്കും പിന്നീട് കാറുമൊക്കെ വാങ്ങിയപ്പോൾ ഈ കടം കൊടുത്തവർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയായി. എന്നാൽ എങ്ങനെ ഇത്രയും വലിയൊരു കടത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും ഉമ്മ തന്നെയാണ് കാരണക്കാരി എന്നാണ് അഫാൻ പറയുന്നത്. ഷെമി ഒരു ചിട്ടി നടത്തി, അതിലൂടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി. എന്നാൽ പിതാവിനാകട്ടെ ഇതൊന്നും തന്നെ അറിയത്തില്ല. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് പിതാവിൻ്റെ മാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ കയ്യിൽ പണമുണ്ടായിട്ട് പോലും സ്വർണ്ണമാലകൾ ഉണ്ടായിട്ട് പോലും അവർ നൽകിയില്ല എന്നാണ് അഫാൻ പറയുന്നത്. ഒരിക്കലിത് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മാല കാണാനില്ല എന്ന് കളവ് പറഞ്ഞു. പക്ഷേ തനിക്ക് പിന്നീട് മനസ്സിലായത് ബന്ധുവായ മറ്റൊരാൾക്ക് ഈ മാല കൊടുത്തു എന്നുള്ളതാണ്. അതോടെ വൈരാഗ്യം ഇരട്ടിച്ചു. അഫാൻ്റെ രക്തപരിശോധന നടത്തിയിരുന്നു. ഇതൊക്കെ സ്വബോധത്തോടു കൂടി തന്നെയാണോ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ. അഫാൻ അന്ന് മദ്യപിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മദ്യപിച്ചത് ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രമാണ്. അവസാനം മദ്യത്തിൽ എലിവിഷം ഒഴിച്ച് കുടിച്ച് മരിക്കാനും തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ലഹരി പരിശോധനയിൽ അഫാൻ്റെ രക്തത്തിൽ മറ്റ് മയക്കുമരുന്നോ രാസലഹരിയോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മദ്യത്തിൻ്റെ അളവും വളരെ കുറവ് തന്നെയായിരുന്നു. എലിവിഷത്തിൻ്റെ അംശമാണ് കൂടിയ അളവിൽ രക്തത്തിലുണ്ടായിരുന്നതെന്നാണ് പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും ഈ തുകയൊന്നും തന്നെ കാണില്ല എന്നാണ് പിതാവ് റഹീം പറയുന്നത്. വിദേശത്തായിരുന്ന 7 വർഷം നാട്ടിലില്ലായിരുന്ന റഹീമിന് ഇതിനെക്കുറിച്ചൊന്നും തന്നെ അറിവില്ലായിരുന്നു. ഈ ലക്ഷങ്ങളുടെ കടം ഒന്നും തന്നെ മാതാവ് ഷെമിയോ അഫാനോ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല. ചിട്ടിയും പലിശ ഇടപാടും സ്വർണ്ണം പണയം വെച്ചും ഒക്കെ തന്നെയാണ് ഈ 70 ലക്ഷം രൂപ എന്ന കടത്തിലേക്ക് അവർ എത്തിയത്. എന്തുകൊണ്ട് ഇവർ ഭർത്താവിൽ നിന്നും പിതാവിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ളതിൻ്റെ ഉത്തരം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഫാൻ്റെ കുടുംബവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയവരുടെ മൊഴി പോലീസ് ശേഖരിച്ചു വരികയാണ്. അങ്ങനെ ഭീമമായ ബാധ്യതയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലാണ് പോലീസും നിൽക്കുന്നത്. എന്നാൽ ഈ പണമൊക്കെ എന്തിന് ചിലവഴിച്ചു എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. റഹീമിൻ്റേതായ ആകെ 15 ലക്ഷം രൂപയുടെ കടമാണ് നിലവിലുള്ളത്. അത് പരിഹരിക്കാൻ റഹീമിന് തന്നെ സാധിക്കുമെന്നാണ് പോലീസിനോട് പറയുന്നത്. പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട് കടമില്ല, മറ്റു കാര്യങ്ങളിലൊന്നും കടമില്ല. കടമുള്ളത് തനിക്ക് മാത്രമാണ്, താൻ തന്നെ വീട്ടേണ്ടതാണ്. എന്നാൽ ഇതിനിടയിൽ ഈ കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാല പണയം വെച്ചത് തിരിച്ചെടുക്കാനുള്ള പണം റഹീം നൽകിയെന്നാണ് പറയുന്നത്. അതിൽ
കാറ് പണയം വെച്ചുവെന്ന് മകൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ബാക്കി തുകയായിരിക്കാം റഹീമും നൽകിയിട്ടുള്ളത്. തനിക്കുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അഫാനെ അറിയിക്കാതെയാണ് വളർത്തിയിരുന്നത്. അഫാൻ്റെ ആക്രമണത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഉമ്മ ഷെമി നൽകേണ്ട മൊഴിയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. ഷെമിയാകട്ടെ അന്വേഷണത്തോട് സഹകരിക്കാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അഫാൻ്റെയും ഉമ്മയുടെയും ജീവിതശൈലി തന്നെയാണ് ഈ കടമൊക്കെ തന്നെ പെരുകാനുള്ള കാരണവും. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനായി സാധിക്കൂ. തെളിവെടുപ്പ് പൂർത്തീകരിച്ച് അഫാനെ ജയിലിലേക്ക് മടക്കിയതിനു ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനം. അഫാന്റെ മാനസിക നില കൃത്യമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് DMOയ്ക്ക് ഉടൻ തന്നെ കത്ത് നൽകുകയും ചെയ്യും. ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ കോടതിയിൽ ഇക്കാര്യം അറിയിച്ച് വീണ്ടും പുറത്തിറക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് പോലീസ് തീരുമാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.